എല്ലാ നല്ലവരായ രാജ്യസ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് ദേശരക്ഷാ റാലിയിലേക്ക് എല്ലാ നല്ലവരായ രാഷ്ട്രസ്നേഹികൾക്കും സ്വാഗതം. മതാധിഷ്ഠിത വിഭജനത്തിന്റെ കൈപ്പേറിയ നാളുകൾ ഇനിയും ഈ മണ്ണിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെയും രാഷ്ട്രീയ മഹിളാ പരിഷത്തിന്റെയും രാഷ്ട്രീയ ബജ്രംഗദളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹാറാലിയിലേക്ക് എല്ലാ നല്ലവരായ രാഷ്ട്ര സ്നേഹികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൈദേശിക ആശയങ്ങളെ തകർത്ത് മുന്നേറുവാൻ ഭാരതമാതാവിന്റെ പ്രിയപുത്രൻ ഇതാ ഈ തെരുവീതിയിലൂടെ കടന്നു വരികയാണ്. ദാപരേശ്വരി ദേവിയുടെ ജന്മം കൊണ്ട് പവിത്രമായ ധാക്ക, ഗാന്ധാരി ദേവിയുടെ നാമം കൊണ്ട് അറിയപ്പെടുന്ന ഗാന്ധാരദേശം, ലാഹോർ, റാവൽപിണ്ടി തുടങ്ങി എത്ര പവിത്ര ദേശങ്ങൾ വെട്ടിമാറ്റി. അവസ്ഥല്ലേ രജീവന്റെ ബസ് വന്നില്ല ഇങ്ങോട്ടെ. എല്ലാവർക്കും നമസ്കാരം. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ദേശരക്ഷാ റാലി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ദേശരക്ഷാ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹരി പാലോൺ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ദേശരക്ഷാ റാലി ഉദ്ഘാടനം ചെയ്യാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. കാലിന് വല്ലാത്ത ആള് അങ്ങോട്ട് കാണാം. ജയ് ശ്രീരാം. പ്രിയ സഹപ്രവർത്തക സഹോദരന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, ദേശസ്നേഹികളെ, നല്ലവരായ നാട്ടുകാരെ, അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്, രാഷ്ട്രീയ ബജ്രംഗദള്, രാഷ്ട്രീയ മഹിളാ പരിഷത്ത് സംയുക്തമായി രാഷ്ട്രരക്ഷാ റാലിയും രാഷ്ട്രരക്ഷാ മഹാസംഗമവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൽ ആകമാനം ഭാരതമാതാവിന്റെ, രാഷ്ട്രമാതാവിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ തെരുവുകളിലും രാഷ്ട്ര അഖണ്ഡത കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമായ സംഘടന എന്ന നിലക്ക് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഇത്തരത്തിലുള്ള മഹാറാലികളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ച് രംഗത്ത് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മുഖവുരയില്ലാതെ നമുക്കറിയാൻ സാധിക്കും. 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി നമ്മുടെ ഭാരതമാതാവിനെ, നമ്മുടെ രാഷ്ട്രമാതാവിനെ, നമ്മുടെ ജന്മഭൂമിയെ വെട്ടിമുറിച്ചു. അങ്ങനെ വെട്ടി വേർപെടുത്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായത്. അങ്ങനെ അർദ്ധരാത്രി കിട്ടിയ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 10 ലക്ഷത്തിലധികം അഭയാർത്ഥികളെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. 2 ലക്ഷത്തിലധികം വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള മതാധിഷ്ഠിത ഏകപക്ഷീയ കൊലപാതകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു.
അങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു ഭൂപ്രദേശം തങ്ങൾക്ക് സ്വന്തമായി വേണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മതരാഷ്ട്രം നേടിയിട്ട് ആ മതരാഷ്ട്രത്തിൽ ജീവിച്ചിരുന്ന അന്യമത വിശ്വാസികളെ കൊലക്കത്തിക്കിരയാക്കിയ കിരാത കാഴ്ച കണ്ടുകൊണ്ടാണ് 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യതലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹി ഉണർന്നത്. അന്ന് ഡൽഹിയിൽ 10 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ അഭയാർത്ഥികളെയൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? അങ്ങനെ ലക്ഷക്കണക്കിന് അന്യമത വിശ്വാസികളെ മതരാഷ്ട്രം രൂപീകരിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ മഹായാത്ര, ഈ ദേശരക്ഷായാത്ര. ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് ദേശരക്ഷാ സംഗമം. ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നാടിനെ വിഭജിച്ചത്, വിഘടനവാദം ഉയർത്തിയത് മുഹമ്മദ് അലി ജിന്ന എന്ന് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. പക്ഷേ ജിന്നയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, അത് മതരാഷ്ട്രീയമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നാം ഇന്ന് ഓമന പേരിട്ട് അതിനെ വിളിക്കുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ ജിന്ന ഇത്തരത്തിൽ വിഘടനവാദം ഉയർത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മുഖമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ മുഖത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ സംഘടന രാഷ്ട്രീയ മുഖം ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നു എന്നുകൂടി നാം ഒരു അതിശയോക്തിയില്ലാതെ അടിവരയിട്ട് പറയാൻ തയ്യാറാകുമ്പോൾ എന്താണ് ഈ രാഷ്ട്രവിഭജനത്തിന്, വിഘടനവാദത്തിന് ആശയം മുന്നോട്ട് വച്ച മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിഹാദ് എന്ന് പറയുന്ന, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസിയുടെ പ്രവർത്തിക്കുവാനുള്ള രാഷ്ട്രീയ മുഖമായിട്ടാണ് ഈ സംഘടനയെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതരാഷ്ട്രം എന്നുള്ള വാദത്തിൽ നിന്ന് ഇവർക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട് ഭരിക്കുവാൻ വേണ്ടിയിട്ട് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കേരളത്തിന്റെ മന്ത്രി പോലും മതമാണ് 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 എന്റെ വിഷയം എന്ന് പരസ്യമായിട്ട് പറയുവാൻ തയ്യാറായത്. അങ്ങനെ മതമാണ് 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 എന്ന് പരസ്യമായിട്ട് പറയുമ്പോഴും മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കാവി പതാകയേന്തിയ ആളുകളെ വർഗീയവാദി എന്ന മുദ്ര കുത്താറുണ്ട്, നമ്മെ ഭീകരവാദിയാക്കാറുണ്ട്, നമ്മെ വിഘടനവാദിയാക്കാറുണ്ട്. നാം ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, എന്താണ് നമ്മുടെ പുരാണങ്ങളിലൂടെ നമ്മുടെ പൗരാണികർ പറഞ്ഞു വെച്ചത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവചരാചരങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും സുഖമുണ്ടാവട്ടെ, സർവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ, സ്വൈരജീവിതം സാധ്യമാകട്ടെ എന്ന വിശ്വത്തിന് ആശയം പങ്കുവച്ച ഏകധർമ്മം സനാതന ധർമ്മമാണ്. ആ ധർമ്മത്തിന്റെ സങ്കേതമെന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ഭാരതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകമൊരു കുടുംബമെന്ന് വിളിച്ചു പറഞ്ഞ രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തിന്റെ ദേശീയ ജനതയെ ഭീകരവാദികൾ എന്ന് വിളിച്ചത് കേവലം ഒരു വികാരത്തിന്റെ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ ഭാഗമല്ല, മറിച്ച് അത് ബോധപൂർവമുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നാം ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ കോഴിക്കോട് പോലും സാമൂതിരി എന്ന് പറയുന്ന രാജാവിന് അവസാനം അഗ്നിയിൽ അഭയം പ്രാപിച്ച് ആത്മാഹുതി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്കറിയാം ജിഹാദി ആക്രമണത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ടിപ്പുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പടയോട്ടങ്ങളൊക്കെ കേവലം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊള്ളക്കാരുടെ ആക്രമണമായിട്ടല്ല, മറിച്ച് ഇവിടുത്തെ സ്ത്രീജനങ്ങളെ അപഹരിക്കുവാനും ബലാത്സംഗം ചെയ്യുവാനും മതപരിവർത്തനം ചെയ്യുവാനും വേണ്ടിയിട്ട് നടത്തിയ കൃത്യമായിട്ടുള്ള അധിനിവേശത്തിന്റെ അജണ്ടയാണ് നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധിനിവേശ പ്രവർത്തനം പൗരാണിക കാലത്ത് തുടങ്ങിയെങ്കിൽ ഇന്ന് അവസാനം കാശ്മീരിൽ നാം കണ്ടു. പുൽവാമയും പഹൽഗാമും മാത്രമല്ല, കോഴിക്കോടിന്റെ മണ്ണിൽ മാറാട് വരെ നാം കണ്ടത് കൃത്യമായിട്ടുള്ള ദാറുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപിത അജണ്ടയുടെ നീക്കമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഈ കേരളത്തിൽ ഇന്ന് ലോകത്തിലേക്ക് ഭീകരവാദികളെ സപ്ലൈ ചെയ്യുന്ന സങ്കേതമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട്, മലബാർ മേഖലയെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. എത്രയെത്ര ഭീകരവാദികളെയാണ് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഇവിടെ NIA പോലുള്ള ദേശ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തീവ്രവാദികളെ പാർപ്പിക്കുന്ന തീഹാർ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഈ അടുത്ത ദിവസം പോലും നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാഹനം നിറയെ ആയുധ ശേഖരണം പിടിച്ചെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഭാരതത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി, ആഭ്യന്തര കലാപമുണ്ടാക്കി, ഈ നാടിനെ വിഘടിപ്പിച്ച്, ഈ നാടിനെ ദുർബലമാക്കി, ഭാരതമാതാവിനെ ശക്തിപ്പെടുത്തുന്ന സനാതന ധർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, സനാതന ധർമ്മ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ട്, ഈ രാഷ്ട്രമാതാവിനെ നശിപ്പിച്ചുകൊണ്ട്, മാതാവെന്ന സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇത് മതാധിഷ്ഠിത പ്രദേശമാക്കി വീണ്ടും മുറിക്കുവാൻ വേണ്ടിയിട്ട്, വെട്ടിമുറിക്കുവാൻ വേണ്ടിയിട്ട്, മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിനെതിരെ സംഘടിച്ചേ മതിയാവൂ, ഇതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചേ മതിയാവൂ. നമുക്കറിയാം, ഒരു കാലത്ത് ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എത്രയോ ധീരദേശാഭിമാനികൾ, ഛത്രപതി ശിവാജി മുതൽ റാണാ പ്രതാപൻ മുതൽ എത്രയെത്ര ധീരദേശാഭിമാനികൾ ഈ ഭാരതമാതാവിന് വേണ്ടിയിട്ട് ആത്മാഹുതി ചെയ്തു, ഈ നാടിന് വേണ്ടിയിട്ട് പ്രാണസമർപ്പണം നടത്തി. അങ്ങനെ മഹാരഥന്മാർ തുടങ്ങി വെച്ച ആ മഹായാത്ര നമ്മുടെ കരങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ കൃത്യമായി പറഞ്ഞാൽ, ഈ രാഷ്ട്രമാതാവിന്റെ, ഈ ഭാരതീയ സംസ്കാരത്തെ സംരക്ഷിച്ചു പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കരങ്ങളിലേക്ക് ഭഗവാൻ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ആ ചരിത്ര നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഒന്നാണുണ്ടായിരുന്നത്, ചട്ടമ്പി സ്വാമി ഒന്നായിരുന്നു, സ്വാമി വിവേകാനന്ദൻ ഒന്നായിരുന്നു. അതുപോലെ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ ഹൈന്ദവ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയായി നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട്, ഈ രാഷ്ട്രമാതാവിന്റെ പാവനമായ സംസ്കാരത്തെ സംരക്ഷിച്ചിട്ട്, ഈ നാടിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യുവാൻ തയ്യാറായ എല്ലാ ധീരന്മാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അമ്മമാരെ, അനുജന്മാരെ, അനുജത്തിമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രരക്ഷ റാലി അത് ഈ കേവലം കോഴിക്കോടിന്റെ മണ്ണിലല്ല, ഈ കേവലം ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ഒതുങ്ങുന്നതല്ല, ഇത് ഭാരതത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ആ സേതു ഹിമാചലം നാം സംഘടിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വാഭിമാനി ദേശഭക്തരെ ഈ തെരുവീഥികളിൽ ഈ കാവ്യപതാക ഏന്തി അണിനിരത്തിക്കൊണ്ട് നാം മുന്നേറുകയാണ്. നമ്മുടെ യാത്ര വിജയപൂർത്തിയിലെത്തും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം ഉറപ്പിച്ചുകൊണ്ട് അജയ്യമായ പദങ്ങൾ വെച്ച് നമുക്ക് മുന്നേറാം. ഒരിക്കൽ കൂടി ഈ ജാഥയിലേക്ക്, ഈ മഹാറാലിയിലേക്ക് അണിനിരന്ന എന്റെ സഹോദരന്മാർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ശ്രീറാം, ബോലോ ഭാരത് മാതാ കേ, അഖണ്ഡ ഭാരത് മാതാ കേ, ശ്രീരാമചന്ദ്രൻ के, श्री कृष्ण भगवान के, श्री राम जन्मभूमि के, श्री कृष्ण जन्मभूमि के, सनातन हिंदू धर्म के, सनातन हिंदू राष्ट्र के, सनातन हिंदू धर्म के, भारत माता के, भारत अखंड हो, भारत अखंड हो।
മഹിളാ പരിഷത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 16 ഞായർ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം ഇതാ വന്നെത്തി. ലോകത്തിന്റെ പേരിൽ രാഷ്ട്രഭംഗനം നടന്ന പ്രതിക്കായി ഇതാ ഒരു ഒത്തുചേരൽ. കലിമ ചൊല്ലിച്ച് നിറയൊഴിച്ച ഭീകരവാദത്തിന് തടയിടാൻ ഒരു ജനകീയ മുന്നേറ്റം. മതഭീകരതയുടെ വർത്തമാന യുഗം. ഹൈദരാലിയും ടിപ്പുവും നടത്തിയ പോരാട്ട തുടർച്ച എന്നത് വെറും കഥയല്ല. അഗ്നിയിൽ അഭയം പ്രാപിച്ച കോഴിക്കോട് സാമൂതിരിയും മതതീവ്രവാദികളാൽ കബന്ധങ്ങൾ ആക്കപ്പെട്ട നൂറുകണക്കിന് ഹിന്ദുക്കളും കെട്ടുകഥയല്ല. വരുവാൻ സ്വാഭിമാന പോരാളികളെ മലബാറിന്റെ മണ്ണിൽ രചിക്കാം പുതുചരിത്രം. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്, AHP, രാഷ്ട്രീയ ബജറംഗ് ദൾ, RBD, രാഷ്ട്രീയ മഹിളാ പരിഷത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 16 ഞായറാഴ്ച അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തോടനുബന്ധിച്ച് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നു. ആശയങ്ങളെ തകർത്തുകൊണ്ടുവരുവാൻ ഭാരത മാതാവിന്റെ പ്രിയപുത്രൻ ഇതാ വീതിയിലൂടെ കടന്നുവരുന്നു. രാമദേശിയുടെ എല്ലാം കൊണ്ട് പവിത്രമായതാക്ക ഗാന്ധാരി ദേവിയുടെ നാമം കൊണ്ടറിയപ്പെടുന്ന ഗാന്ധാരദേശം, ലാഹോർ, റാവൽപിണ്ടി തുടങ്ങി എത്രയെത്ര പവിത്ര ദേശങ്ങൾ വെട്ടിമാറ്റി. ഇനിയും ഈ മണ്ണിൽ വിഘടനവാദം വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന മഹാറാണി, ദേശരക്ഷാറാണി, അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ മഹിളാ പരിഷത്തും രാഷ്ട്രീയ ബജറംഗ് സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ മഹാറാണിയിലേക്ക് എല്ലാ രാഷ്ട്ര സ്ത്രീകളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തോടനുബന്ധിച്ച് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ മഹിളാ പരിഷത്തും രാഷ്ട്രീയ ബജറംഗ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശരക്ഷാ റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നത്. എല്ലാ നല്ലവരായ രാഷ്ട്ര സ്നേഹികളെയും ഈ അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തോടനുബന്ധിച്ച് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശരക്ഷാ റാലിയിലേക്ക് എല്ലാ നല്ലവരായ രാജ്യസ്നേഹികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രമാതാവിന്റെ
കാക്കാനായി